വരാന്തയോട് ചേർത്ത് നിർത്തണേ ചേട്ടാ, സാധനങ്ങൾ പെറുക്കി വെക്കാനുള്ള എളുപ്പത്തിന്. അതെ, ഒന്ന് പെട്ടെന്ന് ഇറങ്ങണം, എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാ. ഷാജി ചേട്ടാ, ഒരു കൈ സഹായിക്കൂ. മെനക്കേടായി. ഇതാരെങ്കിലും തന്നയച്ചതാണോ? ഞാൻ ഇവിടെ തരാൻ വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതാ. എന്റെ കർത്താവേ, ഇവിടെ ഒരു സാധനം ഇല്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു. എങ്ങനെ അറിഞ്ഞു ഇവിടുത്തെ അത്യാവശ്യമാണെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞോ? ആരും പറഞ്ഞില്ല. ഇതൊരു വൃദ്ധസദനാണെന്നുള്ള കേട്ടറിവേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് വരിക. ഇതെല്ലാം എടുത്ത് അകത്തേക്ക് വെച്ചേക്ക്. പതിയെ. മോളെ ഏത് വീട്ടില? ഇവിടെ അടുത്തുള്ളതാണോ? ഞാൻ കടപ്പാട്ടൂരിന്ന് വരിക. പാല ടൗണില് സ്വർണ്ണക്കടയും ജൗളിക്കടയൊക്കെ ഉള്ള ബാലചന്ദ്രമേനോന്റെ വീട്ടിൽ നിന്ന്. നെടുമ്പരക്കിലെന്നാ വീട്ടുപേര്. അറിയാം, ആ ടെക്സ്റ്റൈൽസ് കണ്ടിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ അടുത്തല്ലേ? അതെ. ചാട വലിയ കോടീശ്വരന്റെ മോളല്ലേ? ഷാജി ചേട്ടൻ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല. എന്നാ ഞങ്ങളെ പോയിക്കോട്ടെ സിസ്റ്റർ. ആയിക്കോട്ടെ, വലിയ ഉപകാരം ചെയ്ത കേട്ടോ. മോളുടെ പേരെന്താ? അലീന. ഓ, അല്ല, തിരിച്ച് മാർക്കറ്റിലോട്ടാണോ? എന്നെയും ടൗണിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടാ മതി. എന്നാ ആദ്യം നമ്മുടെ പൈസ തന്നേക്ക്. അല്ല, ചായ കുടിക്കാൻ ഒരു 10 രൂപയും കൂടെ തന്നേ വെച്ചേ. എന്നോട് 250 പറഞ്ഞത്. ഇങ്ങനെ പിശുക്കല്ലേ വെച്ചേ? നിങ്ങൾ വലിയ കോടീശ്വരന്മാരല്ലേ? ഷാജി ചേട്ടാ, ഞാൻ കോടീശ്വരി ഒന്നും അല്ല. ഞാൻ ആ വീട്ടില് വീട്ടുജോലിക്ക് വന്നവളാ. എനിക്ക് ശമ്പളം കിട്ടുമ്പോ ഞാൻ ഇതുപോലെ ഓരോ അനാഥാലയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ. വീട്ടുജോലി ചെയ്ത് കിട്ടുന്ന കൂലി ഇങ്ങനെ വെറുതെ സംഭാവന കൊടുക്കാൻ എങ്ങനെ തോന്നുന്നു? ഞാൻ കഴിഞ്ഞ 22 വർഷക്കാലം അനാഥയായിട്ട് ജീവിച്ചവളാ ഒരു ഓർഫനേജിൽ. എനിക്കറിയാം അവിടുത്തെ വിഷമങ്ങള്. ഇതുകൊണ്ടൊന്നും എന്റെ പൈസ തീർന്നു പോകത്തില്ല ഷാജി ചേട്ടാ. എന്റെ പേഴ്സ് കാലിയാണെന്ന് കാണുമ്പോ ദൈവം അതിലെ കുറച്ച് പൈസ കൊണ്ടുവച്ചേരും. ഇത് വെച്ചോ. ഇതെന്തിനാ? വെച്ചോ. ഷാജി ചേട്ടൻ പറഞ്ഞത്ര ഓട്ടോക്കൂലി തന്നല്ലോ. എനിക്ക് 100 രൂപ മതി. അയ്യോ, അത് തീരെ കുറഞ്ഞു പോവില്ലേ? എനിക്ക് ഇത്രയും മതിയെന്നേ. ഇത് പിടിക്ക്. ഷാജി ചേട്ടൻ ഈ ഓട്ടോ കൊണ്ടല്ലേ ജീവിക്കുന്നത്? അപ്പോ സാരമില്ല, ഇത് വാങ്ങി. എന്നെ നാണം കെടുത്തല്ലേ. ഇത് പിടിച്ച. പിന്നെ മാർക്കറ്റിൽ നിന്ന് ഇതുപോലെ ഓട്ടം പോകാനുണ്ടെങ്കിലേ എന്റെ വണ്ടി മാത്രമേ വിളിക്കാവൂ. കേട്ടല്ലോ? കേറിക്കോ, പോയേക്കാം. അങ്കിളെ, ആ കിളിമാനൂരിന്നാണെന്ന് തോന്നുന്നു. ഹലോ മാമച്ചൻ സാറല്ലേ? അതെ, മാമച്ചനാ. എന്നാ വിളിച്ചേ? വെറുതെ വിളിച്ചതാ. അന്നിവിടം വരെ വന്നു പോയതിന് ഒരു നന്ദി പറയാൻ പറ്റിയില്ല. നന്ദി പറഞ്ഞായിരുന്നല്ലോ. അവിടുന്ന് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നില്ലേ? എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടൊക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? രേവതിക്കുട്ടി ഉണ്ടോ അവിടെ? രേവതിക്കുട്ടി ഇവിടെ തന്നെയാ. എന്താ സംശയം? അവളുടെ കയ്യിലോട്ട് ഫോണൊന്ന് കൊടുക്കാവോ? അതെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ അവളെ അറിയിച്ചേക്കാം. എന്റെ സാറേ, അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയാ. ശബ്ദത്തിനൊന്നും ഒരു കുഴപ്പമില്ല. കോൾഡോ പനിയോ ചുമയോ തൊണ്ടവേദനയോ ഒന്നുമില്ല അവൾക്ക്. എന്താ മാമച്ചൻ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളുടെ വർത്തമാനം കേൾക്കാനുള്ള കൊതി കൊണ്ടല്ലേ? കാണാനോ നിവൃത്തിയില്ല. ഞാൻ നോക്കട്ടെ അവിടെ എങ്ങാനും ഉണ്ടോ. രേവതിക്കുട്ടി മോളെ. എന്തിനാ അവിടെ വിളിക്കുന്നത്? രമേശൻ നായരെ വിളിക്കുന്നേ. അയാൾക്ക് രേവതിക്കുട്ടിയോട് സംസാരിക്കണമെന്ന്. അവിടെ ചിലപ്പോ സംസാരിച്ചാൽ ഇനി എന്ത് സംസാരിക്കാനാ? അയാൾക്കൊരാഗ്രഹം. പിന്നെ ആഗ്രഹം. ഇത്രയും കാലം എവിടെയായിരുന്നു? ഒരു കൈക്കുഞ്ഞിനെ അതിന്റെ അമ്മേനെ ഒരു ദയയില്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞവരല്ലേ? ഇപ്പൊ സംസാരിക്കണം പോലും. നീ അവളെ ഒന്നും കൂടെ വിളിച്ചേ. എന്നതാ മാമച്ചായത്? അവർക്കിപ്പം വിളിച്ചും പറഞ്ഞും അവളെ എങ്ങനെയെങ്കിലും അടിച്ചോണ്ട് പോകും. മകൻ മരിക്കാൻ കിടക്കുക, അയാളും കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുക. ആ സ്വത്ത് മുഴുവൻ മകന്റെ ഭാര്യയും ആങ്ങളമാരും അടിച്ചു. അത് തടയാൻ ഒരു അവകാശി വേണം. ഇതൊക്കെയല്ലേ അവരുടെ മനസ്സിലിരിപ്പ്? നീ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു ഗ്രേസമ്മേ? പെണ്ണുങ്ങൾ അങ്ങനെ അങ്ങേയറ്റം വരച്ചു. ഞാൻ കുറെ ദിവസമായിട്ട് ഇത് തന്നെ ആലോചിക്കും. അവരുടെ ഉദ്ദേശം നല്ലതല്ലേ ഗ്രേസമ്മേ? ശരിക്കും രേവതിക്കുട്ടിയും അവളുടെ അമ്മയും അനുഭവിക്കേണ്ട സ്വത്തല്ലേ ഇത്? അവര് താമസിക്കേണ്ട വീടല്ലേ ഇത്? അതൊക്കെ നേരത്തെ ഓർക്കണായിരുന്നു. ഇനി നമ്മുടെ രേവതിക്കുട്ടിക്ക് അവരുടെ സ്വത്തൊന്നും വേണ്ട. നമ്മൾ അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുമല്ലോ. പിന്നെന്തിനാ? ആരാ എന്നെ വിളിച്ചിട്ട് 1 മണിക്കൂറായി. ഇപ്പോഴാണ് വരുന്നത്. എന്നതാണെന്ന് വെച്ചാ പറ. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. രമേശൻ നായരാ വിളിക്കുന്നത്, കിളിമാനൂരിന്ന്. അതിന് ഞാൻ എന്നാ വേണം? അങ്കിള് സംസാരിച്ചില്ലേ? അയാൾക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്കിളെ. അങ്കിള് പറഞ്ഞാ മതി രേവതിക്കുട്ടി ബിസിയാണെന്ന്. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് നീ കേട്ടിട്ട്? ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലണമായിരിക്കും. ഞാനാണെങ്കി ഇവിടെ വിട്ട് എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാ അത് പറ. ഹലോ കട്ടായി പോയി. അത്രേ ഉള്ളൂ കാര്യം. ഇനി വിളിക്കുമ്പോ അങ്കിള് പറഞ്ഞാ മതി എനിക്ക് കാണാനും സംസാരിക്കാനും താല്പര്യമില്ലെന്ന്. അവൾക്ക് ഇഷ്ടമല്ലെന്നേ അവളുടെ അമ്മ ആത്മഹത്യ ചെയ്തത്. അവര് കാരണം കൊണ്ടല്ലേ? അത് ഓർക്കുമ്പോ അവൾക്ക് അവരോട് ദേഷ്യ. എന്താ വേണേട്ടാ, വാതിൽ തുറന്നിട്ടേക്കല്ലേ? പിന്നെ എന്തിനാ ബെല്ല്? പ്രമാണിമാര് വരുമ്പോ ആദ്യം വീട്ടുകാരറിയണം. വന്ന് സ്വീകരിച്ച് അകത്തോട്ട് ആനയിക്കണം. ഓ, മനുപ്രമാണി അകത്തേക്ക് വന്നാലും വന്നോളൂ. ഒന്ന് മീനിങ്ങിട്ടുണ്ടല്ലോ. ബ്യൂട്ടി പാർലറിൽ പോയോ? ഞാനിതൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല. എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഗ്ലാമർ കൂടിയ പോലെ. മറക്കെ പോയതല്ലേ? ഞാൻ കോളേജിൽ പഠിച്ച കാലത്ത് അതായിരുന്നു ഗ്ലാമർ. അത് ഗ്ലാമർ. ഞാൻ ഗ്ലാമറിന്റെ കാര്യം പറഞ്ഞേ. അയ്യോ മനുവേട്ടാ, നിനക്കേ വെളച്ചില് കുറച്ച് കൂടുന്നുണ്ട്. നീ എറണാകുളം പോകുന്നതാണോ? അതെ. അല്ലീനെ ഇവിടെ ഇവിടെ ചേച്ചി റെഡിയാ കൊണ്ടിരിക്കുന്നുള്ളൂ. നീ പോയിട്ടെന്നാ തിരിച്ചു വരുന്നത്? എനിക്കൊരു 2 ദിവസത്തെ ഓഫീസ് വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരും. ഹായ്, ഇതാര്? അച്ഛാ, ഞാൻ പോയിട്ട് വരാം. നാളെയാണോ മറ്റന്നാളാണോ തിരിച്ചു വരും? നാളെ ഇനി വിചാരിച്ച പോകുന്നേ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ രാവിലെ പോയിട്ട് വാ. പോയിട്ടടി മോളെ. യാത്രയൊക്കെ ഞാനും വരാം. പോണേ. ശരിടാ. അച്ഛാ, പോയിട്ട് വരാം. ഒന്നും നോക്കാനില്ല, സുന്ദരിയാ. ഓടി കളിയാക്കുന്നു. ഞാൻ സത്യം പറഞ്ഞതാ. അടിപൊളിയായിട്ടുണ്ട്. ആണോ? പോയിട്ട് വരാമേ. നാളെ വരൂലേ? ചിലപ്പോ നാളെ കഴിഞ്ഞു. അതുവരെ ഞാൻ ഒറ്റ. അയ്യോടി,
അച്ഛനും ബബിത രോഹിതും ഒക്കെ ഇല്ലേ ഇവിടെ? അവരെല്ലാരും കൂടെ ചേർന്നാലും അലീന ചേച്ചിക്ക് പകരാവോ? നാളെ തന്നെ വരാൻ പറ്റുമോ നോക്കട്ടെ. എന്താ ഇപ്പൊ രണ്ടുപേരും കണ്ട ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ ഉണ്ട്. നിന്നെ ഞാനിന്ന് അയ്യോ പാട്ടി പാട്ടി മോനെ. ഹലോ എന്താ ഉദ്ദേശം? ഞാൻ ഇവിടെ ഇരിക്കാം. അയ്യോ അത്ര വലിയ കൊച്ചമയൊന്നും ആവണ്ട. ഫ്രണ്ട് സീറ്റിലോട്ട് വാ. എളിമ കണ്ടമാനം കൂടിയാലേ ഈഗോ ആയിട്ട് മാറും. വാ. ടാറ്റാ. വിശക്കുന്നുണ്ടോ? ഇല്ല. ദാഹം? സ്വീറ്റ്സ് എന്തെങ്കിലും വേണോ? കൊള്ളാം. എന്താ മനോട്ടാ? ഒന്നുമില്ല. നിനക്ക് ബോറടിക്കണല്ല? ഇല്ല. ഓ അതും അതെ, ഞാൻ ആദ്യമായിട്ടല്ലേ വീട്ടിലോട്ട് വരുന്നേ. എന്തെങ്കിലും മേടിച്ചോണ്ട് പോണ്ടേ? വേണമെന്നില്ല, ഇല്ലെങ്കിൽ സാരമില്ല. എന്നെ നാണം കിടത്താൻ കൊണ്ടുപോവാണോ? മനുവേട്ടൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവല്ലേ? ഗസ്റ്റ് ആയിട്ട് ചെല്ലുന്നല്ലോ. അല്ല എന്നാ നിന്റെ ഉദ്ദേശം? എന്നെ ആ വീട്ടിൽ കേട്ടത്തില്ലേ? മനുവേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ. ഓ പിന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ? പർവ്വതത്തിന്റെ മോളാണോ വീട് ഇരിക്കുന്നത്? അങ്ങനെ ഉദ്ദേശിച്ചല്ല മനുവേട്ടാ. മനുവേട്ടന് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഓഫീസിൽ പോവണ്ടേ? ഞാനിങ്ങനെ ആ വീട്ടിലോട്ട് കയറി വരുന്നത് നിനക്ക് ഇഷ്ടമല്ല. അതങ്ങ് തുറന്ന് പറഞ്ഞാ പോരെ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മനുവേട്ടാ. ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലെങ്കിലോ? പിന്നെ എങ്ങോട്ട് പോവും? ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അവിടെ വരെ ഒന്ന് പോയാന്ന് ആലോചിക്കുക. സമയമുണ്ടല്ലോ. കളിയാക്കുവല്ലേ? ഓ അത് മനസ്സിലായല്ലോ. മനസ്സിലായി. ഇവിടെ എന്താ? എനിക്കൊരു കരിക്ക് പിടിക്കണം. വേണമെങ്കിൽ എന്റെ കൂടെ വാ. ഞാൻ ക്രോസ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു. പൂച്ചയ്ക്ക് കയറിട്ട് വരെ നിൽക്കരുത്. ചേട്ടാ രണ്ടുപേരും ഇളം കരിക്ക് മതി. ഇതൊക്കെ നല്ലതാണോ മനുവേട്ടാ? അത് കുടിച്ചു നോക്കിയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എങ്ങനെ പറയും കരിക്ക് നല്ലതാണോ? സമ്മതിച്ചു. കുടിക്കുന്നില്ലേ? ഒന്നിച്ചു കുടിക്കാം. നമ്മള് രണ്ടുപേരും കൂടി ഒന്നിച്ചു ചെല്ലുന്നത് കാണുമ്പോ അവരെന്ത് വിചാരിക്കും ആവോ? കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചേക്കും. അതേക്കുള്ളൊന്നും വിചാരിക്കല്ലോ. അച്ഛനമ്മമാരുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടത്തില്ല മോളെ. എന്നാലും എന്നെ എന്റെ അമ്മയെ ഉപേക്ഷിച്ചു കളഞ്ഞ ആളല്ലേ ചേച്ചി. അതുകൊണ്ടല്ലേ എന്റെ അമ്മ ആത്മഹത്യ ചെയ്തത്.